അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷം നോക്കിയാൽ നമ്മൾ രാവിലെ 9 മണിയായപ്പോൾ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാണ്ട് ഉമ്മാനെ 3-4 ദിവസം മുമ്പ് പൂച്ചയൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ ഇന്ന് എടുക്കേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ ആടിനെ അറക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മോനിക്ക് ഹോസ്പിറ്റലിൽ വയ്യാണ്ടായ സമയത്ത് നേർച്ചയാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അനിയത്തിയുടെ മോൻ്റെ അക്കിക്ക് അറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് ആടിനെയൊക്കെ അറുത്ത് പാക്കറ്റാക്കിയിട്ട് ഇറച്ചിയൊക്കെ പാക്കറ്റാക്കിയിട്ട് വാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാവർക്കും അടുത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മളെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ അടുത്തുള്ളവർക്കൊക്കെ വേഗം കൊടുത്തിട്ട് നമ്മളിതേ ഡ്രസ്സൊക്കെ മാറി ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറച്ചി കുറച്ച് വീട്ടിലൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിതേ അങ്ങനെ അവിടെ എത്തി ഇറച്ചി എടുത്തു. അതിന് കൂടെ നമ്മളെ വീട്ടിലുണ്ടായ സപ്പോർട്ട കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. വരാൻ നേരത്തെ പറിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും പറിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതേ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ കുറേ നേരം ഇരുന്നിട്ടൊന്നുമില്ല. ഇവിടെയും പിന്നെ താഴത്തെ വീട്ടിലൊക്കെ കൊടുത്ത് നമ്മൾ വേഗം തന്നെ തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് മോൾക്ക് പഴംപൊരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞു വാപ്പ ഇന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് ലിവറാണ് ഉണ്ടാക്കുന്നത്. മട്ടൻ്റെ ലിവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാപ്പയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ വാപ്പാനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷെഫാണല്ലോ, അതുകൊണ്ട് അടിപൊളിയാണ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ ഞാനിത് സമൂസക്കുള്ള പണി നോക്കുന്നുണ്ട്. നല്ല ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് വൃത്തിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാനിത് ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ ഒരു നേന്ത്രപ്പഴം മാത്രം ജസ്റ്റ് ഒന്ന് പൊരിക്കുന്നുണ്ട് മോൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായി, കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വാപ്പാൻ്റെ ലിവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആക്കിയിട്ടില്ല, കാരണം നമുക്ക് നെയ്ച്ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാനിത് സമൂസ റെഡിയാക്കുന്നത്. ഞാൻ ഈ സമൂസ ഷീറ്റിൽ സമൂസ ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത്ര കൈവഴക്കില്ല. കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ 1-2 ചെയ്യാനായിട്ട്. നമ്മൾ കൂടുതലും പരത്തിയിട്ട് നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന ഇറച്ചിപ്പത്തിലുണ്ട് ആ ഒരു രീതിക്കാണ് ചെയ്യൽ. അപ്പോൾ അതിന് ശേഷം നമ്മളിതേ സമൂസ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നേന്ത്രപ്പഴം നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഫ്രൂട്ട്സ് ആയിട്ട് ഉള്ള എല്ലാ ഫ്രൂട്ട്സും കുറച്ചുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇനി എല്ലാം തീർന്നു, ഇനി വാങ്ങിക്കാൻ പോകണം. അതിൻ്റെ ഇടയിൽ മോൻ ഇവിടെ നല്ല കളിയാണ്. അവൻ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള നോമ്പ് പറയുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നാളെ അടുത്ത വീഡിയോ വെച്ച് കാണാം. ബൈ.